അത് ഞാനൊരു ദുസ്വപ്നം കണ്ടു. അമ്മയെക്കുറിച്ച് എന്ത് സ്വപ്നം ഏട്ടൻ കണ്ടത്? അത് എനിക്ക് കുറച്ച് വെള്ളം കുടിക്കണമായിരുന്നു. ഞാൻ കൊണ്ടുവരാം ഇന്ദ്രേട്ടാ. അമ്മ ജയിലിൽ വെച്ച് കൊടിയ പീഡനം അനുഭവിക്കുന്നതായിട്ടാ ഞാൻ കണ്ടത്. സഹതടവുകാര് അമ്മയെ ഉറങ്ങാൻ പോലും സമ്മതിക്കാതെ ക്രൂരമായിട്ട് മർദ്ദിക്കുന്നു. ഈശ്വരാ. അവസാനം അമ്മ തളർന്നു വീഴും മുമ്പ് എന്നെ വിളിക്കുക. മോനെ ഇന്ദ്ര, അമ്മയെ രക്ഷിക്കടാന്നും പറഞ്ഞു. ദാ ഇന്ദ്രേട്ടാ. സോനെ, ഇന്ദിരേട്ടൻ എന്തൊരു ദുസ്വപ്നം കണ്ടതല്ലേ? മനസ്സിലെ ആദ്യം ആശങ്കയൊക്കെയാ പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കാണുന്നതിന് കാരണം. അതിന് നീ ഇങ്ങനെ സങ്കടപ്പെടുന്ന എന്തിനാ? ശരിയാ, അമ്മ കുടുംബത്തെ തകർത്തിട്ട് പോയതല്ലേ, പിന്നെന്തിനാ ഞാൻ അമ്മയോർത്ത് സങ്കടപ്പെടുന്നേ? എന്തെങ്കിലും ആവട്ടെ. പക്ഷെ ഏട്ടന്മാരും അങ്ങനെ തന്നെ വിചാരിക്കണം. മനസ്സിൽ അമ്മയെക്കുറിച്ച് വിഷമമില്ലാതിരിക്കോ സോനെ? അത് നമ്മുടെ ഉള്ളില് അമ്മയോട് സ്നേഹമുള്ളത് കൊണ്ടാ. എന്ന് വെച്ച് അമ്മയുടെ തെറ്റുകൾക്ക് നമുക്ക് കൂട്ടു നിൽക്കാൻ പറ്റുമോ? ഇല്ല ഇല്ല, ഇനി അതൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല സോനെ. നമ്മുടെ അമ്മ ചെയ്ത തെറ്റിന്റെ ശിക്ഷയാ ഇപ്പോഴും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ കാണുന്ന സ്വപ്നങ്ങൾ പോലും അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകളുടെ വേട്ടയാടല. ഈ ശിക്ഷ എന്നെ ചിലപ്പോ വിടാതെ പിന്തുടരുമായിരിക്കും. ഞാനത് സഹിച്ചോളാം. വേറൊന്നുമല്ല, നമുക്കൊരു മനസ്സുള്ളതുകൊണ്ട് സ്വപ്നത്തിൽ പോലും ഇങ്ങനെയൊക്കെ കാണൂ. നമ്മുടെ അമ്മയെ ഒരു ക്രിമിനൽ ആക്രമിച്ച് വീഴ്ത്തുന്നത് കണ്ടാലല്ലേ നമ്മുടെയൊക്കെ ഉറക്കം നഷ്ടപ്പെടും. അപ്പോഴല്ലേ അമ്മ ചെയ്തതൊക്കെ മറന്ന് നമുക്ക് അമ്മയെ സഹായിക്കാൻ തോന്നും. ഇനി ഈ ശിക്ഷയെന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്ന് എനിക്കറിയില്ല. മനസാക്ഷി മരവിച്ചു പോകുന്ന വല്ല മരുന്നുണ്ടോയെന്ന് അന്വേഷിക്കണം. ഏട്ടന്റെ മനസ്സ് ഞങ്ങൾക്ക് മനസ്സിലാവും. ഞങ്ങളെക്കാളൊക്കെ അമ്മയെ അറിയുകയും സ്നേഹിക്കുകയും ചെയ്തത് ഏട്ടനാ. മക്കളിൽ ആരെങ്കിലും അമ്മയ്ക്ക് വേണ്ടി ജീവിച്ചിട്ടുണ്ടെങ്കിൽ അതും ഏട്ടനാ. ആ ഏട്ടനെ വേദനിപ്പിച്ചതുകൊണ്ട് കൂടിയാ അമ്മയെ ഞങ്ങൾ വെറുത്തത്. ഇനി ഏട്ടൻ പറ, ഏട്ടന്റെ മനസ്സമാധാനത്തിന് വേണ്ടി ഞങ്ങൾ അമ്മയോട് ക്ഷമിക്കണോ? എങ്കിൽ അതിന് ഞങ്ങൾ തയ്യാറാ. അതെ ഏട്ടാ, ഏട്ട സമ്മതിക്കുമെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി നമ്മുടെ അമ്മയെ തിരിച്ചു കൊണ്ടുവരാം.
നിനക്ക് അമ്മയോട് ക്ഷമിച്ചൂടാ പ്രതിഭേ? പ്രതിഭയോട് മാത്രം ചോദിച്ചാൽ മതിയോ സോനെ? ആദ്യം ചോദിക്കേണ്ടത് അനുചേച്ചിയോടല്ലേ? അത് വേണ്ട. ഞങ്ങള് മരുമക്കളെ മാറ്റി നിർത്തി നിങ്ങൾ മക്കളെ തീരുമാനമെടുത്താൽ മതി. ആ തീരുമാനത്തെ ഞാനോ അനുചേച്ചിയോ പ്രതിഭയോ ഒരിക്കലും എതിർക്കാൻ പറ്റില്ല. അതെ ഏട്ടാ, നമുക്ക് വേണ്ടി ഇവിടെ എല്ലാവരും നമ്മുടെ അമ്മയോട് ക്ഷമിക്കാൻ തയ്യാറാവും. ഏട്ടൻ തീരുമാനിച്ചാൽ മതി എന്തു വേണമെന്ന്. വേണ്ട വേണ്ട സത്യ, എനിക്ക് വേണ്ടി ആരും അമ്മയോട് ക്ഷമിക്കണ്ട. ആരെങ്കിലും അമ്മയെ തിരിച്ചു കൊണ്ടുവരുന്നെങ്കിൽ അതിനെ ഞാൻ എതിർക്കുകയില്ല.